നമ്മുടെ സമൂഹ മാധ്യമത്തിൽ ഇപ്പോൾ OBYOCയിൽ ഉണ്ടായ സാമ്പത്തിക ക്രമക്കേടിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ പെൺകുട്ടികളെക്കുറിച്ച് പറയുമ്പോൾ പലരും എൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു പോയ ചില കോമൺ കാര്യങ്ങളുണ്ട്. ജന്മനാ കള്ളന്മാരായിട്ട് ജനിച്ചവരാണ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് വളർത്തുദോഷമല്ലേ, സ്വന്തം അല്ലാത്തൊരു സാധനം കട്ടെടുക്കുമ്പം അവർക്ക് മാനമില്ലേ എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ എല്ലാവരും സംസാരിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ബേസിക് അണ്ടർലൈൻ ഫാക്റ്റ് എന്താണ്? ഇതൊരു പേരൻറ്റിങ് മിസ്റ്റേക്ക് ആണോ, അല്ലെങ്കിൽ തെറ്റാണെന്ന് ചെറുപ്പത്തിലെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാത്തത് കൊണ്ട് ഉണ്ടായതാണോ? നമുക്ക് ആ ഒരു കാര്യം അവിടെ നിൽക്കട്ടെ. നമ്മുടെ മക്കൾക്ക് നമ്മുടെ പേരൻറ്റിങ് സ്റ്റൈലിൽ എങ്ങനെയാണ് കള്ളത്തരം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ചെറിയ ചെറിയ കള്ളത്തരം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ചെറുപ്പത്തിലെ അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ കൊടുക്കാൻ സാധിക്കും? നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ ചിലപ്പം എന്തെങ്കിലും ഒരു സാധനം ഇഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അവർക്കത് വേണമെന്ന് വാശി പിടിക്കുമ്പോൾ നമ്മൾ ഒന്നിനോടും നോ പറയില്ല. നമ്മൾ അവർക്ക് നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിൽ പോലും ഇല്ലാത്ത കാശുണ്ടാക്കി നമ്മുടെ ബുദ്ധിമുട്ട് നമ്മൾ അവരെ അറിയിക്കാതെ നമ്മളെല്ലാം അവർക്ക് വാങ്ങിച്ച് കൊടുത്ത് ശീലിപ്പിക്കും. നമ്മൾ പിന്നീടൊരു ഘട്ടത്തിൽ അവരോട് നോ പറയുമ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ അവർ നമുക്കെതിരെ റിവലായി മാറുന്നു. അവർ വാശിയാകുന്നു, ദേഷ്യമാകുന്നു, അവർ പട്ടിണി കിടക്കുകയൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളൊരു പത്രത്തിൽ കണ്ടൊരു ന്യൂസ് ഉണ്ട്. മകൻ എന്തോ ബൈക്കോ BMW എന്തോ വാങ്ങിക്കൊടുത്തില്ല എന്നും പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നു. നോയിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് നമ്മൾ നമ്മുടെ മക്കളെ ചെറുപ്പം മുതലേ പറഞ്ഞ് മനസ്സിലാക്കി ഒരു ട്രാക്കിലൊക്കെ ആക്കി കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. 2, ഒരു ഘട്ടം കഴിയുമ്പോൾ കുഞ്ഞു മക്കളെയും കൂടെ നമ്മുടെ മക്കളെ നമ്മുടെ ആ ഒരു പർച്ചേസിൻ്റെ സമയത്തും ഒക്കെ നമ്മൾ കൂട്ടത്തിൽ ചേർത്ത് നിർത്തുക. സോ ദാറ്റ് നമ്മുടെ എക്സ്പെൻസ് ഇത്രയാണ്, നമുക്ക് ഇത്രയുമാണ് നമ്മുടെ ബഡ്ജറ്റ് ഉള്ളത്, നമ്മൾ ഇന്ന സാധനമാണ് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇന്ന സാധനത്തിൽ കൂടുതൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് ഒക്കില്ല, ഒരു സാധനം കുഞ്ഞ് വേണമെന്ന് പറയുമ്പം ഇപ്രാവശ്യം അമ്മയ്ക്കൊണ്ടത് പറ്റില്ല, നെക്സ്റ്റ് ടൈം അമ്മ അത് നോക്കിയിട്ട് അമ്മയെക്കൊണ്ട് പറ്റുവാണെങ്കിൽ വാങ്ങിച്ചു തരാം. നമ്മൾ അങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ട് പറ്റില്ല എന്നും കൂടെ നമ്മുടെ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ കുഞ്ഞത് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. 3-ാമത്തെ കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ സ്കൂളിൽ പോയിട്ട് വരുമ്പം നല്ല ഭംഗിയുള്ളൊരു റബ്ബറോ പെൻസിലോ കട്ടറോ ഒക്കെ കട്ടെടുത്തുകൊണ്ട് വരുന്നു. കൊച്ചിൻ്റേതല്ലാത്തൊരു സാധനം നമ്മുടെ കൂട്ടത്തിൽ കാണുന്നു. സാധാരണഗതിയിൽ ശരിക്കും നമ്മളപ്പോൾ എന്ത് ചെയ്യണം? കൊച്ചിനെ തല്ലുകയോ വഴക്ക് പറയുകയോ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. മോൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നപ്പോൾ തെറ്റല്ലേ, അത് നമ്മുടെ അല്ലാത്തൊരു സാധനം നമ്മൾ എടുക്കാൻ പാടില്ല. 2, ആ കൊച്ചിന് എന്ത് വിഷമമായിട്ടുണ്ടാകും? ആ കൊച്ചിൻ്റെ അപ്പ അത് കഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊടുത്തതല്ലേ, മോനത് നാളെ തന്നെ അറിയാതെ ബാഗിൽ വന്നതാണെന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ട് കൊടുക്കണം. അതിന് പകരം മോൻ അതോടെ വെച്ചോ, അത് കുഴപ്പമൊന്നുമില്ല, ഇനി അത് കാണിക്കേണ്ടെന്ന് പറഞ്ഞു കൊടുത്താൽ കൊച്ചെന്താ വിചാരിക്കുക? ഓക്കെ, സോ നമ്മൾ ചെറുപ്പം മുതലേ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വി ഷുഡ് ബി റോൾ മോഡൽസ് ഫോർ അവർ കിഡ്സ്. താങ്ക് യു.